നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷം നാടകമോ? ഇന്ന് 2025 ഡിസംബർ 26 വെള്ളിയാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2601 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അളിയൻ്റെ മരണശുശ്രൂഷ കാരണം ഈ ദിവസങ്ങളിൽ എഴുതിയ ലേഖനങ്ങളൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നാണ് അത് ചെയ്യുന്നത്. കേൾവിക്കാർ സഹകരിക്കുക. നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം. ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. കേക്ക് കൊടുത്തിട്ടും കിരീടം കൊടുത്തിട്ടും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം കിട്ടിയില്ല എങ്കിലും ഏതോ ചില ഡീലിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിൽ BJPയുടെ സംസ്ഥാന നേതാവ് ഒരു പ്രസ്താവന ഇറക്കി. ഭാരതത്തിലെ 140 കോടി ജനങ്ങളിൽ ധാരാളം വട്ടന്മാരുണ്ട്. അവർ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു. അതിൽ പ്രധാന വട്ടൻ ഒരുപക്ഷേ UPയിലെ മുഖ്യമന്ത്രി ആദിത്യനാഥായിരിക്കും. അയാളാണ് UPയിലെ എല്ലാ സ്കൂളുകൾക്കും ഡിസംബർ 20 തുറന്ന് പ്രവർത്തിക്കണം എന്നും അന്നേ ദിവസം മുൻ പ്രധാനമന്ത്രിയും BJPയുടെ നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം കൊണ്ടാടണം എന്ന് ആഹ്വാനം ചെയ്തത്. ഇയാളെ ശിക്ഷിക്കേണ്ട. ഒന്ന് ബോധവൽക്കരിക്കാൻ പോലും തുനിയാത്ത, എടുത്ത തീരുമാനം മാറ്റിക്കാൻ കഴിയാത്ത കഴിവുകെട്ട പ്രധാനമന്ത്രിയായ നമ്മുടെ നരേന്ദ്രമോദിയെ കാണാൻ, അങ്ങനെ ഒരു പ്രധാനമന്ത്രിയായേ നമ്മുടെ നരേന്ദ്രമോദിയെ കാണാൻ കഴിയും. അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ക്രിസ്മസ് കരോൾ നടത്തിയവർ ഉപദ്രവിക്കപ്പെട്ടു. വടക്ക് കിഴക്കൻ പ്രദേശമായ എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ ഈ പറഞ്ഞ വട്ടന്മാർ ഉപദ്രവിച്ചു. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വട്ടന്മാർക്കുള്ള മരുന്ന് ഇനി ആര് കണ്ടുപിടിക്കുമോ ആവോ. വോയിസ് ഓഫ് സത്യമയ ഈ വട്ടന്മാരോട് പറയുന്നു, ഇന്ന് ഭാരതത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്തുമതക്കാർ മാത്രമല്ല. നിങ്ങൾ പറഞ്ഞ വട്ടന്മാരുടെ കൂട്ടത്തിൽ പെടാത്ത ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്രിസ്ത്യാനികളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിച്ചില്ലേ? അവിടെ എന്തേ നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയില്ല? ഇനി ഞാൻ ബൈബിളിൽ നിന്നും ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കാര്യം ഇന്നലെ ഇന്ത്യയിൽ നടന്ന കാര്യമല്ല. 2000 വർഷം മുമ്പ് യെരുസലേമിൻ്റെ പ്രാന്തപ്രദേശത്ത് നടന്ന കാര്യമാണ്. ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിലെ 7:40 മുതലുള്ള എല്ലാ വാക്യങ്ങളും ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ബോധനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലേക്കിൻ്റെ കൂടാരവും രേഫാൻ ദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്നു. ദാവീദിൻ്റെ കാലം വരെ വെച്ചിരുന്നു. അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ കൃപ ലഭിച്ചു. യാക്കോബിൻ്റെ ദൈവത്തിന് ഒരു വാസസ്ഥലമുണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എൻ്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുള്ളൂ. ശാഠ്യക്കാരും ഹൃദയത്തിലും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നത്. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ
കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവരും വിഗ്രഹങ്ങളെ കെട്ടിടങ്ങളിലും പുൽക്കൂടുകളിലും ഒതുക്കുന്നവരെയും ബൈബിൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ വാക്യത്തിൽ കൂടെ കാണുന്നത്. ശലോമോൻ പണിത കൈപ്പണിയായ ദേവാലയത്തിൽ അത്യുന്നതനായ ദൈവം വസിക്കുന്നില്ല എന്ന സത്യം വിളിച്ചു പറഞ്ഞതിനാണ് അവർ സ്തെഫാനോസ് എന്ന ഭക്തനെ കൊന്നത്. ഈ ഭക്തൻ ചോദിച്ച ഒരേ ഒരു കാര്യം, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠമാകുന്നു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എന്നാണ്. ഇന്ന് ഞങ്ങളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ദൈവം അല്ലാത്തവയെ നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ചോളൂ, ഞങ്ങൾ എതിരെ നിൽക്കുന്നില്ല. എന്നാൽ ദൈവം അല്ലാത്തവയെ ദൈവമായി വണങ്ങാൻ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചാൽ സ്തെഫാനോസിനെ പോലെ നിങ്ങളുടെ കല്ലേറ് കൊണ്ട് മരിക്കാനാണ് യോഗമെങ്കിൽ അത് സ്വീകരിക്കാനാണ് ഞങ്ങൾക്ക് സന്തോഷം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:11 കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങളും വായിച്ചിട്ടില്ലേ? ഈ ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷിതാവും ദൈവവും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും അടക്കം ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരും തൊഴുകൈയോടെ നിൽക്കേണ്ടത് ഏതെങ്കിലും കൈപ്പണിയായ ക്ഷേത്രങ്ങളിലോ ജീവനില്ലാത്ത ഉണ്ണിയേശുവിൻ്റെ രൂപത്തിലോ മുന്നിലോ അല്ല എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.